പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മീക യാത്ര എന്ന ടൈറ്റിലുള്ള നമ്മുടെ ഈ വചന പഠന പരമ്പരയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഏലിയാവും എലീശയും കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് യോർദാനോളം എത്തുന്ന ആ ദീർഘമായ യാത്രയിലേക്കാണ് നാം കടന്നു വന്നത്. ഗിൽഗാൽ നമ്മൾ അവസാനിപ്പിച്ചത് ഗിൽഗാൽ എ പ്ലേസ് ഓഫ് കാർണാലിറ്റി. ഈ ലോകത്തിൻ്റെ തടവറയിലായിരിക്കാനല്ല കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട ആ സ്ഥലത്ത് തന്നെ നിൽക്കാതെ നാം യാഗപീഠമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചത്. ആ സ്ഥലത്തിൻ്റെ പേര് ബേഥേൽ എന്നാണ്. ഏലിയാവ് പറയുന്നത് എലീശയോട്, എന്നെ യഹോവ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. എന്നാൽ ദർശനത്തിൽ ഒട്ടും കുറവില്ലാത്ത എലീശ പറയാണ്, നിന്നോട് സംസാരിച്ച അതേ ദൈവം തന്നെ എന്നോട് പറഞ്ഞു, നിന്നെ പിന്തുടരുക. അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടു പോകുന്ന പ്രശ്നമില്ല. അതാണ് ആത്മീക പക്വത. യാഗപീഠമുള്ള സ്ഥലത്തെയാണ് ബേഥേൽ എന്ന് പറയുന്നത്. ബേഥേൽ എന്താണെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ അബ്രഹാം, ദൈവത്തിന് സ്തോത്രം, വാഗ്ദത്തം ലഭിച്ച മനുഷ്യൻ. നമ്മൾ അബ്രഹാമിനെ കാണുന്നത് ദൈവം തനിക്കൊരു ക്ലാനിനെ ഉണ്ടാക്കുവാൻ, ദൈവത്തിന് ഒരു വംശാവലി ഉണ്ടാക്കണമായിരുന്നു, മാലിന്യമേൽക്കാത്ത വിശുദ്ധ സന്തതി. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പുരുഷനായിരുന്നു അബ്രഹാം. അബ്രഹാമിന് ദൈവം അരുളപ്പാട് കൊടുത്ത് അവനെ വാഗ്ദത്ത കനാനിലേക്ക് അയക്കുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. നോക്കൂ, ഒരു വാഗ്ദത്തം ലഭിച്ചപ്പോൾ തന്നെ അവിടെ ദൈവത്തിനൊരു യാഗപീഠം പണിത അബ്രഹാം എത്ര മഹാനാണ്! എന്തൊരു കാഴ്ചപ്പാടാണ്! ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനൊരു യാഗപീഠം പണിയുക മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, അവിടെ വെച്ച് അവൻ ആരാധന ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അബ്രഹാമിനും മിസ്റ്റേക്ക് പറ്റി. അബ്രഹാം ആത്മീകമായി അത്ര ഉന്നത നിലവാരത്തിലേക്ക് വന്നിട്ടില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 13-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അബ്രഹാം തെക്കോട്ട് യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം തെക്കോട്ട് യാത്ര ചെയ്തു. അബ്രഹാമും തൻ്റെ ഭാര്യയും തെക്കേ ദേശത്ത് മിസ്രൈമിലേക്ക് വന്നു. കാരണം ദേശത്ത് ക്ഷാമമുണ്ടായതുകൊണ്ടാണ്. ക്ഷാമം വന്നപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവം വിളിച്ചിറക്കിയ മനുഷ്യന് ക്ഷാമം വന്നാൽ ആ ക്ഷാമത്തെ പരിഹരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും അവൻ വീണ്ടും ലോകത്തിലേക്ക് വരാൻ പാടില്ല. മിസ്രൈം ലോകത്തെയാണ് കാണിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ലോകത്തിലേക്ക് മടങ്ങി വന്നു അബ്രഹാം. ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചവൻ, ദൈവത്തെ ആരാധിച്ചവൻ. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ദൈവത്തിന് സ്തോത്രം, അബ്രഹാം മിസ്രൈമിൽ ചെന്നു. മിസ്രൈമിൽ വെച്ച് ഒത്തിരി പരീക്ഷകൾ, പരിശോധനകൾ. ദൈവത്തിന് സ്തോത്രം, അവിടെ വെച്ച് തൻ്റെ ഭാര്യയെ മിസ്രൈം രാജാവ് പിടിച്ചുകൊണ്ടുപോയി. തനിക്ക് ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ, അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഈ ലോകം അദ്ദേഹത്തിൻ്റെ പേർ ഒത്തിരി നിന്ദകൾ ഉരുട്ടിവെച്ചു. പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ട് അബ്രഹാമിനെ അവിടെ നിന്ന് മടക്കി വരുത്തുന്ന കാഴ്ചയാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്ത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. വീണ്ടും എബൌട്ട് ടേൺ അടിക്കുകയാണ്. കന്നുകാലി, വെള്ളി, പൊന്നി വകയിൽ അബ്രഹാം ബഹുസമൻ. അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം എന്ന് പറഞ്ഞാൽ ആദ്യം രക്ഷിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ അബ്രഹാം വീണ്ടും വരികയാണ്. ബേഥേലിലേക്ക് എത്തിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആദിയിൽ കൂടാരമടിച്ച സ്ഥലം ബേഥേലിന് ഹായിക്ക് മധ്യേ അവൻ വന്നു. അവിടെ വെച്ച് ലോത്തുമായിട്ട് പിരിഞ്ഞു. കാരണം ലോത്തുമായി പോകുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും നിൻ്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ ലോത്ത് അതിനകത്തില്ല. ലോത്ത് ചാർച്ചക്കാരനാണ്. അബ്രഹാമിനെയും സാറയും മാത്രമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു തലമുറയില്ല. അവർക്കൊരു തലമുറയെ കൊടുക്കും ദൈവം തമ്പുരാൻ. ആ തലമുറയിൽ നിന്നാണ് കർത്താവിന് തൻ്റെ സന്തതി വരേണ്ടത്. അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് വരേണ്ടതാണ്. അവിടെ വെച്ച് ലോത്തുമായി പിരിഞ്ഞു. അത് ദൈവിക പദ്ധതിയാണ്. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം,
ചില വ്യക്തികളുമായി നിങ്ങൾ പിരിയുന്നുണ്ടെങ്കിൽ ദൈവമാണ് അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്തെന്ന് വെച്ചാൽ ലോത്തിന് വിളിയില്ലായിരുന്നു. വിളിയില്ലാത്തവൻ്റെ കൂടെ നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങളുടെ ആത്മീക ജീവിതം ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം തമ്പുരാൻ ലോത്തുമായി പിരിഞ്ഞ ശേഷം വീണ്ടും വാഗ്ദത്തം ഒന്നുകൂടെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വതമായി തരും. ശാശ്വതാവകാശം കൊടുക്കുകയാണ്. ഞാൻ നിൻ്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടി എണ്ണുവാൻ കഴിയുമെങ്കിൽ നിൻ്റെ സന്തതിയെ എണ്ണാം. സന്തതി ജനിച്ചിട്ടില്ലാത്ത, വാഗ്ദത്തം മാത്രം ലഭിച്ചിട്ടുള്ള, വാഗ്ദത്തത്തെ കൈവശമാക്കിയ മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, ദൈവം പറഞ്ഞത് കേട്ട് പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുക, ഞാനത് നിനക്ക് തരുമെന്ന് പറഞ്ഞത് വിശ്വസിച്ചു പോയ മനുഷ്യൻ അബ്രഹാം നമുക്കെത്ര വലിയ മാതൃകയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമെന്നുള്ള ഉറപ്പ്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിപ്പാൻ കരുത്തുള്ള ഒരു മഹാദൈവ മനുഷ്യൻ അദ്ദേഹം. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മെമ്മറിയുടെ തൊപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. നമുക്കറിയാം, ആ മെമ്മറിയുടെ തോപ്പിൽ ദൈവം താനായി തന്നെ വന്ന് തൻ്റെ ഭവനത്തിൽ വന്ന് തന്നോടുകൂടെ ഭക്ഷണം കഴിച്ച് തൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഉറപ്പ് കൊടുത്തു പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം ഉറപ്പിക്കപ്പെട്ടു. 17-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 17-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ദൈവം ഒന്നുകൂടെ കൃത്യമായി ഉറപ്പിക്കുകയാണ്. സ്തോത്രം. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. കണ്ടോ, കനാൻ ദേശത്തെക്കുറിച്ചുള്ള പ്രോമിസ് കൃത്യമായി കർത്താവോട് ഉറപ്പിച്ചു കൊടുത്തു. 15-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിലും ആ വാഗ്ദത്തം ഉറപ്പിക്കും നമുക്ക് കാണാം. 18-ാം വാക്യത്തിൽ വാഗ്ദത്തം ഉറപ്പിച്ചിട്ട് അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മെമ്മറിയുടെ തൊപ്പിൽ വന്ന് പാർത്തു നമ്മൾ വായിക്കുന്നു. ബേഥേൽ ഈസ് ദ പ്ലേസ് ഓഫ് സറണ്ടർ. യഹോവയ്ക്ക് കീഴടങ്ങുന്ന സ്ഥലമാണ് ബേഥേൽ. അബ്രഹാം ദൈവത്തിന് കീഴടങ്ങി. തെറ്റുപറ്റിയെന്നുള്ളത് ശരിയാണ്. തെറ്റുപറ്റിയ സ്ഥലത്ത് വീണ് കിടക്കാതെ അബ്രഹാം അവിടെ നിന്ന് വീണ്ടും കൂടാരം മാറ്റിയടിച്ച് ബേഥേലിലേക്ക് വന്നു. ബേഥേൽ തൻ്റെ ആത്മീക വളർച്ചയുടെ സ്ഥലമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ഗിൽഗാലിൽ നിൽക്കാതെ ബേഥേലിലേക്ക് പോകുന്നുവെങ്കിൽ ദൈവം നമ്മെ ആത്മീകമായി ഉയർത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.